ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ബയോളജി ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആന്റിബയോട്ടിക്കുകളെ കുറിച്ചാണ്. ആന്റിബയോട്ടിക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് ആന്റിബയോട്ടിക്കുകൾ, എങ്ങനെയാണ് അവയുടെ ഉപയോഗം എന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക്കുകൾ ശരീരത്തിന് പുറമേയും ശരീരത്തിനകത്തും മരുന്നായിട്ട്, ഔഷധമായിട്ട് ഉപയോഗിച്ചു വരും. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായി ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തി. പെൻസിലിയം നോട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസുകൾക്ക് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്ന് അദ്ദേഹം ആകസ്മികമായി കണ്ടെത്തി. ഈ കണ്ടെത്തലിൽ നിന്നാണ് പിന്നീട് ആന്റിബയോട്ടിക് എന്ന് പറയുന്ന ദിവ്യ ഔഷധം കണ്ടുപിടിക്കപ്പെട്ടത്. അതിന് പിന്നീട് വളരെയധികം കൊല്ലങ്ങൾ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. ആന്റിബയോട്ടിക്കുകൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഔഷധങ്ങളാണെങ്കിലും അവയുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം പല പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ഥിരമായിട്ടുള്ള ഉപയോഗം ആന്റിബയോട്ടിക്കുകൾക്ക് എതിരായിട്ടുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കും. സ്ഥിരമായിട്ടുള്ള ഉപയോഗം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധ ശേഷി ഉണ്ടാകും. രണ്ടാമത്, ശരീരത്തിലെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ ഈ ആന്റിബയോട്ടിക്കുകളുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം മൂലം നശിപ്പിക്കപ്പെടും. അപ്പൊ ശരീരത്തിൽ ആവശ്യമുള്ള ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകും. മൂന്നാമത്, ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് ഈ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം മൂലം കുറയും. ഈ 3 കാര്യങ്ങളാണുള്ളത്. അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്ക് എതിരായിട്ടുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു, ശരീരത്തിലെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു, ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ബാക്ടീരിയകളുടെ വർധനവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടാകും. അതുകൊണ്ട് ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വളരെ ശ്രദ്ധിച്ചു വേണം കഴിക്കാൻ. റെഗുലർ യൂസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തോജൻസ് അഗൈൻസ്റ്റ് ആന്റിബയോട്ടിക്സ്. സെക്കൻഡ് വൺ, ഇറ്റ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ഇൻ ദ ബോഡി. It destroys the useful bacteria in our body. And the third one, it reduces the quantity of vitamins in our body. These are the 3 main problems related to the continuous usage of antibiotics. So, we have to take care about the usage of antibiotic and always beware about the prescription and advice of the doctor. അതായിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു അപകടം നടന്നു, ഉടനെ തന്നെ ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കും. അപകടം നടന്ന സമയം തൊട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ സമയം വരെ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സൗകര്യമാണ്, അല്ലെങ്കിൽ ജീവൻ രക്ഷോപാധിയാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് നൽകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആ രോഗിക്ക് അല്ലെങ്കിൽ അപകടം പറ്റിയ ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രഥമ ശുശ്രൂഷയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് ആ ചിത്രത്തിലേക്ക് പോകാം. പ്രഥമ ശുശ്രൂഷയിലെ നമുക്ക് ഈ ചിത്രത്തിലേക്ക് ഒന്ന് പോകാം. ഒന്നാമത്, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നു, കയ്യിലെ സ്ലിംഗ് ഇട്ടിരിക്കുന്നു, ശ്വാസനാളത്തിലെ തടസ്സം മാറ്റും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. When a foreign object or food particle blocks the throat or windpipe, it will block the airflow, which cuts off oxygen supply to the brain. The person with this kind of suffocation will clutch his throat with his hands and cough hard to breathe before become unconscious. It is the time to provide immediate first aid to him. Stand to the side and just behind the person
and place one arm across the person's chest for support. Bend the person over at the waist so that the upper body is parallel with the ground. Apply 5 back blows between the person's shoulder blades with the heel of the hand. Stand behind the person and place one foot slightly in front of the other for balance. Place one arm with closed fist above the abdomen and grasp the fist with other hand. Then press hard into the abdomen with a quick upward and backward thrust as if trying to lift the person up for 8 or 10 times. Perform these activities till dislodging the object and transfer the victim to the hospital immediately. അപകടങ്ങളിലോ മറ്റോ കൈകൾക്ക് ക്ഷതമോ പൊട്ടലോ ഉണ്ടായാൽ കൈകൾ അനക്കാതെ സൂക്ഷിക്കുന്നതിനാണ് സ്ലിംഗ് ഉപയോഗിക്കുന്നത്. ഇതിനായി സാധാരണ ശരീരവലിപ്പമുള്ള ഒരാൾക്ക് 5 അടിയോളം വീതിയും 3 അടിയോളം നീളവുമുള്ള ഒരു തുണി കൊണ്ടും കുട്ടികൾക്ക് ശരീരവലിപ്പത്തിനനുസരിച്ചും സ്ലിംഗ് തയ്യാറാക്കാം. നിശ്ചിത വലിപ്പത്തിലുള്ള തുണിയെ ത്രികോണാകൃതിയിൽ കോണോട് കോൺ ചേർത്ത് മടക്കുക. തുണിയുടെ നീളം കൂടിയ ഒരഗ്രം ക്ഷതമേറ്റ കൈക്കടിയിലൂടെ കൈയുടെ എതിർത്തോളിലേക്ക് വയ്ക്കുക. നീളം കുറഞ്ഞ അഗ്രം കൈമുട്ടിനടിയിലേക്ക് വയ്ക്കുക. തുണിയുടെ താഴേക്ക് കിടക്കുന്ന അഗ്രം മെല്ലെ ഉയർത്തി ക്ഷതമേറ്റ കൈ തിരശ്ചീനമായി വരത്തക്ക വിധം പിടിക്കുക. തുടർന്ന് ഈ അഗ്രം ക്ഷതമേറ്റ കൈയുടെ തന്നെ തോളിലേക്ക് കൊണ്ടുവരിക. കഴുത്തിന് പിൻവശത്ത് വെച്ച് തുണികളുടെ 2 അഗ്രവും ചേർത്ത് ശ്രദ്ധാപൂർവം കെട്ടുക. തുണി ലഭ്യമല്ലെങ്കിൽ ഷർട്ട്, ബനിയൻ എന്നിവ കൊണ്ടും സ്ലിങ്ങുകൾ തയ്യാറാക്കി ഉപയോഗിക്കാം. അടുത്തതായിട്ട് രക്തനിവേശനം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും ധാരാളം രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാറുണ്ട്. രക്തനഷ്ടം പരിഹരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? അതിനു വേണ്ടിയിട്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് രക്തനിവേശനം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് രക്തനിവേശനം എന്ന് പറയുന്നത്. രക്തനിവേശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. The transfer of blood from one person to another is called blood transfusion. What all things should be taken care of while transferring the blood? കൊടുത്തിട്ടുണ്ട്, നോട്ടീസ് ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. രക്തദാനം ദാതാവിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ളവർ രക്തം ദാനം ചെയ്യരുത്. ഇതൊക്കെയാണ് നമ്മൾ രക്തദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. People in the age group 18 to 60 can donate blood. Blood donation can be done once in 3 months. Blood donation causes no problem to the donor's health. Pregnant women and breastfeeding mothers should not donate blood. Person with a communicable disease that transmitted through blood, that is the communicable disease, should not donate blood. These are the main things while we are giving the blood. Here we can discuss about blood group, antigen and antibodies. നമുക്കറിയാം, രക്തത്തിലെ രക്തഗ്രൂപ്പുകളുണ്ട്. നമുക്ക് പല ആളുകൾക്കും പല രക്തഗ്രൂപ്പുകളാണുള്ളത്. എങ്ങനെയാണ് ഈ രക്തഗ്രൂപ്പുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ആയി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലൊരു കോളം കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്, വിവിധ തരം രക്തഗ്രൂപ്പുകൾ, ആൻറ്റിജനുകൾ, ആൻറ്റിബോഡികൾ. ആ ഗ്രൂപ്പിൽ ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ബി ഉണ്ട്. രക്തഗ്രൂപ്പ് ബിയിൽ ആൻറ്റിജൻ ബിയും ആൻറ്റിബോഡി എയുമാണ്. എ ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പിൽ ആൻറ്റിജൻ എയും ബിയും ഉണ്ട്, ആൻറ്റിബോഡികൾ ഇല്ല. ഒ ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിജനുകളില്ല, ആൻറ്റിബോഡികൾ എയും ബിയുമാണ്. അതായത് അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള
എ, ബി എന്നീ ആന്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം. ഇതിൽ ഏത് ആന്റിജനാണോ ഒരാളുടെ രക്തത്തിലുള്ളത് ആ ആന്റിജന്റെ പേരാണ് രക്തഗ്രൂപ്പിന് നൽകുക. പ്ലാസ്മയിൽ കാണപ്പെടുന്ന ചില ആന്റിബോഡികൾക്ക് രക്തനിവേശനത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. എ ഗ്രൂപ്പ് രക്തത്തിൽ ആന്റിബോഡി ബിയും ബി ഗ്രൂപ്പ് രക്തത്തിൽ ആന്റിബോഡി എയും ആണുള്ളത്. എ ബി ആന്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണരക്താണുവിന്റെ കോശസ്തരത്തിൽ ആന്റിജൻ ഡി അഥവാ ആർച്ച് ഘടകവും, അതായത് ആർച്ച് ഫാക്ടറും ഉണ്ടാകാം. ആർച്ച് ഘടകം ഉള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആന്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിന്റെ രക്തത്തിലെ ആന്റിജനും സ്വീകർത്താവിന്റെ രക്തത്തിലെ ആന്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയില്ല. The basis of blood grouping is the presence of antigen A and antigen B in red blood cells. The basis of blood grouping is the presence of antigen A and antigen B in red blood cells. The blood group of person is named according to the antigen present in the person's blood. In blood transfusion, certain antibodies present in the blood plasma are of special importance. In blood group A, antibody B, and in blood group B, antibody A are present. In addition to antigens A and B, another antigen called D or arch factor is present in the cell membrane of the blood cell of certain persons. The blood groups in which arch factor is present are known as positive blood groups, and those with arch factor are called negative blood groups. When foreign antigen reaches one's blood, it stimulates the defense mechanism on receiving unmatching blood. The antigen present in donor's blood and antibody present in recipient's blood will react with each other and form a blood clot. Hence, everyone cannot receive blood from all blood groups. So, there are mainly 4 blood groups are there: A group, B group, AB group and O group. So, these are the main blood groups, and antigen and antibodies are there. രക്തത്തെ അതിലടങ്ങിയിരിക്കുന്ന ആന്റിജനുകളെ അടിസ്ഥാനമാക്കി ഗ്രൂപ്പുകളായി തിരിക്കുന്ന പല രീതികളും നിലവിലുണ്ട്. അതിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് കാൾ ലാൻഡ്സ്റ്റൈനറുടെ ABO ഗ്രൂപ്പ് രീതിയാണ്. ആന്റിജൻ A, B എന്നിവയുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ ആണ് രക്തഗ്രൂപ്പ് നിർണയത്തിന് അടിസ്ഥാനം. ഈ ആന്റിജനുകൾ അരുണരക്താണുക്കളുടെ കോശസ്തരത്തിലാണ് കാണുന്നത്. ആന്റിജൻ എയും ബിയും ഉള്ളതുപോലെ പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഉണ്ട്. ആന്റിജൻ എ ഉള്ള രക്തത്തിൽ ആന്റിബോഡി എയും ആന്റിജൻ ബി ഉള്ള രക്തത്തിൽ ആന്റിബോഡി ബിയും കാണില്ല. അവ പരസ്പരം ചേർന്നാൽ അരുണരക്താണുക്കൾ ഒട്ടിപ്പിടിക്കും. മനുഷ്യരക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ആന്റിജനാണ് ഡി. ഇതിന് RH ഘടകമെന്ന് പറയുന്നു. RH ഘടകം ഉള്ള രക്തം പോസിറ്റീവ് എന്നും ഇല്ലാത്തത് നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നു.